തന്നു, വിളവൊക്കെ തന്നിട്ടാണ് പോകുന്നത്. വളരെ സന്തോഷം, എല്ലാം ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുമാർ ഗുപ്പളിൽ ശ്രീ അഗ്രി ഫാംസ്. ഇപ്പൊ നമ്മളോടൊപ്പം ഇന്ന് വന്നിട്ടുള്ള വടുതല ജമാഅത്ത് സ്കൂളിലെ 9ാം ക്ലാസ്സിലെ ഒരു ബാച്ചല്ലേ വന്നിട്ടുള്ളത്. ആ ബാച്ചിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, മറ്റ് സ്റ്റാഫുകൾ എല്ലാവർക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു കൃഷിപ്പാടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാവൽത്തോട്ടം നിങ്ങൾ കണ്ടു കാണും. ഇതെന്താ ഇത് പഴുത്തിട്ട് ഒന്നും എടുക്കാതെ ഇരിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ തോന്നലുണ്ടായി കാണും. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പരമ്പരാഗത ഇനമാണ്. ഓണക്കൂർ എന്ന് പറയുന്ന ഒരു പാവൽ ഇനമാണ്. ഓണക്കൂർ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ട്രഡീഷണൽ വെറൈറ്റിയാണ്. അപ്പം നമ്മൾ ആ ഒരു വിത്ത് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിങ്ങനെ വളർത്തുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല കട്ടി കൂടുതലുള്ളത് കൊണ്ട് കായ്ച്ച ശല്യങ്ങൾ, പാവലിനെ ബാധിക്കുന്ന കായ്ച്ച ശല്യങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പലരും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുപോയി റിസർച്ച് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനമല്ല. എനിക്ക് വിത്തുത്സവത്തിൽ ഒരു സുഹൃത്തായിട്ടുള്ള സുനിൽ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ നമുക്കിത് അവിടുന്ന് കളക്ട് ചെയ്ത് തന്നതാണ്. ആ സമയം തൊട്ട് നമ്മളിത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വിത്തുകൾ ഒരുപാട് പേര് ആവശ്യക്കാരുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് പഴുപ്പിച്ചിട്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ കുറച്ച് കായകൾ നമ്മൾ വിളവിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള നടുക്കത്തെ കായകളാണ് നമ്മൾ വിത്തിനായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വെറൈറ്റിയുടെ വേറൊരു പ്രത്യേകത കൂടി ഞാൻ പറയാം. ഇതിന് ഏകദേശം 1 കിലോത്തോളം വരെയൊക്കെ തൂക്കം വരാം. ഇതെല്ലാത്തിനും ആവറേജ് ഒരു 600, 700, 800 ഗ്രാമാണ് വരുന്നത്. 1 കിലോയ്ക്കും അതിന് മുകളിലും വരാറുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ്. പടവലം കൃഷിയൊക്കെ ഉള്ളവരാണോ വീടുകളിൽ? എന്തെങ്കിലുമൊക്കെ വീടുകളിലുണ്ടോ? ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ പടവലമൊക്കെ കൃഷി ചെയ്തിട്ടുള്ളവരല്ലേ? ഇതുപോലെ ഇങ്ങനെ പടവലം കണ്ടിട്ടുണ്ട്? ഇതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ? ഇതൊക്കെ ഇത് നമ്മളിങ്ങനെ വിത്തുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ, ഇത് ഞാൻ കാണിച്ചു തരാം. അറ്റത്തുണ്ട് ശരിക്കും പഴുത്തത്. പാകമാകുമ്പോ ഇതുപോലെ ഇത് വേണ്ട വിത്തുകള് ഈ കളറ് നമ്മള് ഇതിന്റെ കാര്യങ്ങൾ പറയട്ടെ എന്നാ ഇവരോട്. ഇത് പറയണെങ്കിൽ ഇത് ഒരു ട്രാപ്പാണ്. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഈ കായ്ച്ച എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫ്രൂട്ട് ഫ്ലൈ വന്ന് നമ്മുടെ ഇതുണ്ട്. ഇത് ഫ്രൂട്ട് ഫ്ലൈ ആണ്. ഇത് മുഴുവൻ ആണീച്ചകളാണ്. മനസ്സിലായോ? ആണീച്ചകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൺവർഗ്ഗങ്ങൾ മാത്രമാണ് ഇതിൽ വന്ന് വീഴുന്നത്. അതായത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം കൊണ്ട് പറയാണ്. ഇത് ഇവരുടെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു ഫെറമോൺ ഉണ്ട്. ആ ഒരു ഫെറമോണാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ പെണ്ണീച്ചകളുണ്ട് എന്ന ധാരണയിൽ വന്ന് ആണീച്ചകളെ കുടുങ്ങി വീണിട്ട് ഇതിന്റെ അകത്ത് ചെറിയൊരു ഇതിനെ കൊല്ലാനുള്ള ഒരു പോയിസൺ ഉണ്ട്. ആൺവർഗ്ഗങ്ങള് ചാകുന്നതോടുകൂടി കുറച്ച് കാലങ്ങൾ ഇതിന് കുറച്ച് ചെറിയ ജീവിതചക്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നീട് ആണുങ്ങൾ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളും നശിഞ്ഞ് ആണുങ്ങളും നശിഞ്ഞ് അങ്ങനെ പോവാണ് ചെയ്യുന്നത്. ഇപ്പോ കിട്ടുന്നത് റേറ്റ് ആ സമയത്ത് 300-400 വരും. അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കുറച്ച് മരിഗോൾഡിന്റെ ആണ്. 3 വെറൈറ്റി ആണ്. ഇതിപ്പോ ഇങ്ങനെ ഈ 3 കളർ കണ്ടില്ലേ? ഇതൊരു വൈറ്റ് ഷെയ്ഡ് ചേർന്ന ഒരു ക്രീം, ഓഫ് വൈറ്റ്, ഇത് യെല്ലോ, ഇത് ഓറഞ്ച്. വെള്ളം കിട്ടാത്ത ആരെങ്കിലും അല്ല അവര് പറയട്ടെ. ഇതുപോലെയുള്ള ചെടികളെല്ലാം കണ്ട് മനസ്സിലാക്കി മനസ്സിൽ വെച്ചിരിക്കണം. നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇത് ഇന്നതാണെന്ന് അറിയാൻ പറ്റാതെ വന്നാൽ നമുക്കതൊരു മോശമാണ്. ഇതുപോലെ പോർട്രേകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇതിൽ നമ്മള് ഒരു ചകിരിച്ചോറ് കൂടാതെ പെർലൈറ്റ് എന്നും വെർമിക്കുലേറ്റ് എന്നും പറയുന്ന 2 മിശ്രിതങ്ങൾ ഇതിൽ ചേർക്കും. പിന്നെ ഒന്ന് ഇതിന് ചെറിയ രീതിയിൽ ഫെർട്ടിലൈസറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വെർമിക്കുലേറ്റ് എന്ന് പറയുന്ന ഈ വെളുത്ത പൊടി കിടപ്പുണ്ട്. അത്
നമുക്ക് ഇതിന്റെ വേരുകൾക്ക് വായു സഞ്ചാരം എയർ സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അതല്ലാതെ വേറെ ഗുണങ്ങളൊന്നും അതിനില്ല. എല്ലാം കാണിച്ചു തന്നു, വെള്ളമൊക്കെ തന്നിട്ടാണ് പോകുന്നത്. വളരെ സന്തോഷം. എല്ലാം ഉണ്ട്. എന്താ പറയാ, കുറെ പറഞ്ഞു തന്നു എങ്ങനെയൊക്കെയാണ് ലാഭം നഷ്ടം, അങ്ങനെ കുറെ പറഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും വെക്കാൻ തോന്നിയിട്ട്. താങ്ക് യു നല്ല കുറച്ച് പിള്ളേരാണ് ചോദിക്കാനും അതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പ്രത്യേക താല്പര്യമുള്ളവരായിരുന്നു. നന്നായിട്ട് വരട്ടെ, എല്ലാവരും നന്നായിട്ട് വരട്ടെ.